കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി CDS 1 മുഖേന നടപ്പിലാക്കിയ കുടുംബശ്രീ വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ആരോപണമുയർന്നിരിക്കുകയാണ്. വിഷയത്തിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ ആവശ്യപ്പെട്ടു. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുണഭോക്താക്കൾ വായ്പാ തിരിച്ചടവിനായി നൽകിയ തുക യഥാസമയം പദ്ധതിയുടെ അക്കൌണ്ടിൽ അടയ്ക്കാതെ കുടുംബശ്രീയുടെ ഓൺ ഫണ്ടിൽ നിന്ന് തുക ക്രമീകരിച്ചതായും മുൻ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും BJP ചൂണ്ടിക്കാട്ടി. ഓഡിറ്റിൽ പരാമർശിച്ചിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ നടത്തിപ്പിന് ഉത്തരവാദികളായിരുന്ന ബന്ധപ്പെട്ട ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് വിശദമായി പരിശോധിക്കണമെന്നും ക്രമക്കേടുകൾ തെളിഞ്ഞാൽ ഉത്തരവാദികൾക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. അതേസമയം ഈ വിഷയത്തിൽ ആരോപണം നേരിടുന്ന മുൻ ഭാരവാഹികളുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും വിശദീകരണവും ഔദ്യോഗിക നിലപാടും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ആരുടെയും കുറ്റം നിയമപരമായി സ്ഥിരീകരിക്കപ്പെട്ടതായി കണക്കാക്കാനാകില്ലെന്നും പാർട്ടി വ്യക്തമാക്കി. ഓഡിറ്റ് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ പരസ്യമാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട BJP പൊതുപണവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറിമാരായ TJ ജെമി, മനോജ് IS, വിദ്യാസാഗർ KR, ലക്ഷ്മി ബാബു, സജീവൻ TS, ജയദേവൻ ON തുടങ്ങിയവർ പങ്കെടുത്തു.